ഡെവിൾ ലവ് ഭാഗം 5. രാവിലെ 6 മണി. അലാറം അടിച്ചതും ഇഷാനി എഴുന്നേറ്റു. അവളുടെ അരികിൽ നല്ല ഉറക്കത്തിൽ കിടന്നിരുന്ന രേഷ്മയെ ഒന്ന് നോക്കിയ ശേഷം അവൾ ഫ്രഷ് ആകാൻ വാഷ്റൂമിലേക്ക് പോയി. ഫ്രഷായി തിരിച്ചെത്തിയപ്പോഴും രേഷ്മ ഉറക്കത്തിലായിരുന്നു. അവളെ ഉണർത്താതെ ഇഷാനി പതിയെ മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. നേരെ അടുക്കളയിലേക്ക് ചെന്ന് അവൾ ചായക്ക് വെള്ളം വെച്ചു. രാവിലേക്കായി പുട്ട് ഉണ്ടാക്കാമെന്ന് കരുതി പുട്ടുപൊടി നനച്ചു വെക്കുകയും തേങ്ങ ചിരകി തയ്യാറാക്കി വെക്കുകയും ചെയ്തു. ചായ തിളച്ചപ്പോൾ പൊടിയിട്ട് ഇറക്കി വെച്ചു. ചായ ഗ്ലാസ്സിലൊഴിച്ച് ഹാളിലിരുന്ന് കുടിച്ചു. ശേഷം ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ള ഫയലുകൾ എല്ലാം എടുത്ത് ബാഗിൽ വെച്ചു. പിന്നെ വീണ്ടും കിച്ചണിൽ പോയി പുട്ടുണ്ടാക്കാനായി കുറ്റിയിലേക്ക് പൊടി നിറയ്ക്കുമ്പോഴാണ് രേഷ്മ അങ്ങോട്ട് വരുന്നത്. ഗുഡ് മോർണിംഗ്, ഒരു പുഞ്ചിരിയോടെ പറഞ്ഞ ശേഷം അവൾ ഫ്രഷ് ആകാൻ പോയി. ആ സമയം ഇഷാനി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി. പുട്ടും പഴവുമായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കുറച്ച് കഴിഞ്ഞ് ഇരുവരും കുളിച്ച് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോവാനിറങ്ങി. രേഷ്മ ഓഫീസിലേക്ക് പോകുന്ന വഴി ഇഷാനിയെ അവളുടെ ഓഫീസിന് മുന്നിൽ ഡ്രോപ്പ് ചെയ്യുന്നത് പതിവായിരുന്നു. വണ്ടിയിൽ പിന്നിലിരിക്കുമ്പോൾ ഇഷാനി ചോദിച്ചു, രേഷു, എനിക്ക് അമ്പലത്തിൽ പോകണം, നിനക്ക് തിരക്കുണ്ടോ? ഇല്ല, പോകാം. അങ്ങനെ 2 പേരും അമ്പലത്തിൽ എത്തി പ്രാർത്ഥിച്ചു. ശേഷം ഇഷാനിയെ ഓഫീസിൽ ഇറക്കിവിട്ട് രേഷ്മ അവളുടെ ചാനലിലേക്ക് പോയി. ഓഫീസിൽ എത്തിയപ്പോഴാണ് ഇന്നലെ രാജീവ് വിളിച്ചു പറഞ്ഞ കാര്യം ഇഷാനിക്ക് ഓർമ്മ വന്നത്. അതോടെ അവൾക്ക് ചെറിയൊരു അസ്വസ്ഥത തോന്നി. ഇഷു, നീ എന്താ പുറത്ത് നിൽക്കുന്നത്? ഓഫീസിലേക്ക് കയറാതെ നിൽക്കുന്ന ഇഷാനിയെ കണ്ട് ഗായത്രി ചോദിച്ചു. ഒന്നുമില്ലടി ഗായു. ഗായു എന്ന ഗായത്രി അവളുടെ സഹപ്രവർത്തകയും ഒറ്റ മിത്രവുമായിരുന്നു. അത് പറഞ്ഞ് അവൾ ഓഫീസിനുള്ളിലേക്ക് കയറി. ഇന്നലെ എന്താ വരാതിരുന്നത് നീ? ഭയങ്കര തലവേദന ആയിരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ കുഴപ്പമില്ല. സംസാരിച്ചുകൊണ്ട് 2 പേരും അവരുടെ സീറ്റുകളിൽ ഇരുന്നു. ഇഷാനി, സർ നിന്നെ ക്യാബിനിലേക്ക് വിളിക്കുന്നുണ്ട്. ഓഫീസിൽ നിന്ന് മറ്റൊരു സ്റ്റാഫ് വന്നു പറഞ്ഞു. അത് കേട്ടതും ഇഷാനി ലാപ്ടോപ്പിൽ ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്തി രാജീവിൻ്റെ ക്യാബിനിലേക്ക് നടന്നു. മാനേജറുടെ റൂമിൻ്റെ മുന്നിൽ എത്തിയപ്പോൾ അവളുടെ ഹൃദയം പതിവിലധികം ഇടിക്കുന്നതായി തോന്നി. ഒരു ദീർഘനിശ്വാസം വിട്ട ശേഷം അവൾ വാതിലിൽ നോക്ക് ചെയ്തു. കമിൻ. ഉള്ളിൽ നിന്ന് കേട്ട ശബ്ദം അവളുടെ ഉള്ളിൽ ഒരു വിറയൽ കടത്തിവിട്ടു. അവൾ പതിയെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. രാജീവ് മുന്നിലിരിക്കുന്ന ഫയലുകൾ പരിശോധിക്കുകയായിരുന്നു. സർ, അവൾ വിളിച്ചതും അവൻ തല ഉയർത്തി നോക്കി. വാ ഇഷാനി, ഇരിക്ക്. അവൾ കസാരയിൽ ഇരുന്നതും രാജീവ് മുന്നിലിരുന്ന ഫയൽ അടച്ചു. നമുക്ക് പുതിയ ഒരു പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് വിളിച്ചത്. അത് കേട്ടതും ഇഷാനിക്ക് ആശ്വാസം തോന്നി. നമുക്ക് കിട്ടിയത് ഒരു വലിയ ഡീലാണ്. ഈ പ്രോജക്റ്റിൻ്റെ ലീഡ് നീയായിരിക്കും. ഞാനോ? സർ, അത്... അവൻ ചെറുതായി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ കമ്പനിയിലുള്ള ഏറ്റവും ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്യുന്നവരിൽ ഒരാളാണ് നീ. അതുകൊണ്ട് ഈ പ്രോജക്റ്റ് ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത്. അവൾ നിശബ്ദമായി കേട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ആണ് അവർ ഈ ഡീൽ നമുക്ക് നൽകിയത്. രാജീവ് ഫയൽ അവൾക്ക് നേരെ നീട്ടി. ഇത് ഇബ്രോയ് ഗ്രൂപ്പിൻ്റെ പ്രൊജക്റ്റാണ്. അവരുടെ മുത്തച്ഛൻ്റെ 70ാം പിറന്നാൾ വളരെ ഗ്രാൻഡായി ആഘോഷിക്കാനാണ് കുടുംബത്തിൻ്റെ ആഗ്രഹം. ആ പേര് കേട്ടതും ഇഷാനിയുടെ മുഖം പെട്ടെന്ന് മങ്ങി. സർ, എന്താ പറഞ്ഞത്? അവളുടെ ഭാവമാറ്റം കണ്ട് രാജീവ് നെറ്റിൽ വിളിച്ചു. എന്തു പറ്റി ഇഷാനി? ഒന്നുമില്ല സർ. സ്വന്തം പരിഭ്രമം മറച്ചു വെക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. പക്ഷെ സർ, ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ പോരെ? അവൾ ചോദിച്ചു. അത് കേട്ട് രാജീവ് ചെറുതായി ചിരിച്ചു. താൻ ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്. അവൻ ആത്മവിശ്വാസത്തോടെ തുടർന്നു. പിന്നെ ഈ പ്രോജക്റ്റിനായി വേണ്ട ടീം മെമ്പേഴ്സിനെ താൻ തന്നെ സെലക്ട് ചെയ്തോളൂ. എനിക്ക് തന്നിൽ വിശ്വാസമുണ്ട് ഇഷാനി. തനിക്ക് ഇത് നന്നായി ചെയ്യാൻ കഴിയും. രാജീവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ മനസ്സിലെ ഭാരം അല്പം കുറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് നമുക്ക് ഒബ്രോയ് കുടുംബത്തെ നേരിട്ട് കാണാം.
അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി മനസ്സിലാക്കാം എന്ന് ചെല്ലാനായിരുന്നു പറഞ്ഞത്. ബട്ട് അവിടുത്തെ ഒരാൾക്ക് ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിലാണ്. ന്യൂസിൽ കണ്ടു കാണുമല്ലോ, രാജീവ് ചോദിച്ചു. അത് കേട്ട് ഇഷാനി തല കുലുക്കി. പക്ഷെ അവളുടെ ഹൃദയം വല്ലാതെ ഇടിക്കുന്നുണ്ടായിരുന്നു. അതാ ഞാൻ 2 ഡേ കഴിഞ്ഞ് കാണാം അവിടെ എന്ന് പറഞ്ഞത്. ഓക്കെ സർ, ഗുഡ് സർ, മേ ഐ ലീവ്? ഓക്കെ. അവൻ പറഞ്ഞതും അവൾ പുറത്തേക്ക് ഇറങ്ങാൻ പോയി. പെട്ടെന്ന് പുറകിൽ നിന്ന് രാജീവ് അവളെ വിളിച്ചു. ഇഷാനി, ഒരു നിമിഷം. അവൾ തിരിഞ്ഞ് അവനെ നോക്കി. ഇന്നലെ ഞാൻ ചോദിച്ച കാര്യത്തിന് ഇതുവരെ മറുപടി കിട്ടിയില്ല. അവൻ്റെ കണ്ണുകളിൽ പ്രതീക്ഷ വ്യക്തമായിരുന്നു. എനിക്ക് ആ മറുപടി അറിയണം. ഇഷാനിയുടെ തൊണ്ട വരണ്ടു. സർ, അത് വാക്കുകൾ പാതിയിൽ മുറിഞ്ഞു പോയി. അത് കണ്ട് രാജീവ് മൃദുവായി പുഞ്ചിരിച്ചു. സർ, ശരി, ഇപ്പോൾ ഒന്നും പറയണ്ട, അവൻ അവളെ നോക്കി പറഞ്ഞു. ലഞ്ച് ബ്രേക്കിൽ നമുക്ക് പുറത്തേക്ക് പോകാം, അപ്പോൾ പറഞ്ഞാൽ മതി. ഇഷാനിയുടെ ഹൃദയം വീണ്ടും വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. അവൾ ശരിയെന്ന് തല കുലുക്കി. അത് കണ്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അത് കണ്ട് അവൾക്ക് വല്ലാതെ വീർപ്പുമുട്ടൽ അനുഭവപ്പെട്ടു. പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും ഇഷാനിയുടെ ഹൃദയം വല്ലാതെ മിടിക്കുകയായിരുന്നു. സാറിനോട് ഇന്ന് തന്നെ തൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇഷ്ടം സാറിനോട് ഇല്ല എന്ന് പറയണം എന്ന് തീരുമാനിച്ചു. ഇനി ഇത് പറയാതെ നീട്ടിയാൽ ചിലപ്പോൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഇനിയും ഇത് പറയാതെ നീട്ടിയാൽ ചിലപ്പോൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. സാറിന് എന്നേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ കിട്ടും. അതും മനസ്സിൽ ചിന്തിച്ച് മുന്നോട്ട് നടന്നു. ഫയൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്നിടയിൽ എപ്പോഴോ അവളുടെ കണ്ണുകൾ അബദ്ധത്തിൽ ഫയലിൻ്റെ മുകളിൽ പതിഞ്ഞു. ഉബ്രോയ് ഗ്രൂപ്പ്. ആ പേര് കണ്ട നിമിഷം അവളുടെ മനസ്സിലേക്ക് ഒരു നിമിഷം ചോരയിൽ കുളിച്ച് കിടന്ന അർജുൻ്റെ മുഖം തെളിഞ്ഞു വന്നു. അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അയാൾ എന്നെ തിരിച്ചറിയുമോ? അടുത്ത നിമിഷം അവൾ തന്നെ ആ ചിന്ത തള്ളിക്കളഞ്ഞു. ഇല്ല, അന്ന് അയാൾക്ക് ബോധം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ നിരഞ്ജനെ ഓർത്തതും അവളുടെ മുഖം മങ്ങി. നിരഞ്ജൻ സാറിന് എന്നെ അറിയാമല്ലോ. അവൾ അറിയാതെ നഖം കടിച്ചു. പിന്നെ ആലോചിച്ചു, അതിനിപ്പോൾ എന്താണ്? നീ എന്തിനാ ഇഷു ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്നത്? അവൾ സ്വയം പറഞ്ഞു. അതേസമയം ഹോസ്പിറ്റലിൽ അർജുൻ ഫോണിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. നിരഞ്ജൻ വീട്ടിൽ പോയി വരാമെന്ന് പറഞ്ഞു പോയിരുന്നു. റൂമിന് പുറത്ത് സുരക്ഷയ്ക്കായി ഗാർഡുകൾ ഉണ്ടായിരുന്നു. അപ്പോഴാണ് വാതിൽ തുറന്ന സ്റ്റീഫൻ അകത്തേക്ക് വന്നത്. സർ, സ്റ്റീഫൻ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എല്ലാം ഓക്കെയാണ് സർ. പരിപാടിയുടെ കാര്യങ്ങൾ ഒരു ഇവൻറ്റ് കമ്പനിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇഷാനിയുടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം വിത്തിൻ 1 hour. അവൻ്റെ ശബ്ദത്തിൽ മയം ഉണ്ടെങ്കിലും വാക്കിൽ തീയായിരുന്നു. ഓക്കെ സർ. സ്റ്റീഫൻ സമ്മതം അറിയിച്ചു. പക്ഷേ അവൻ്റെ കണ്ണുകളിൽ അത്ഭുതമായിരുന്നു. അവൻ പുറത്തേക്ക് പോയതും അർജുൻ കണ്ണുകൾ അടച്ചു. അബോധാവസ്ഥയിലേക്ക് പോകുന്നതിന് മുൻപ് കേട്ട ആ ശബ്ദം വീണ്ടും അവൻ്റെ മനസ്സിൽ മുഴങ്ങി. ആ മുഖവും അവൻ്റെ മനസ്സിൽ കടന്നു വന്നു. എപ്പോഴോ പേര് ചോദിച്ചപ്പോൾ പറഞ്ഞ പേര്, ഇഷാനി. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എവിടെയാണ് നീ? കുറച്ചു സമയത്തിന് ശേഷം അവൻ്റെ ഫോണിലേക്ക് ഹോസ്പിറ്റലിലെ CCTV ദൃശ്യങ്ങൾ എത്തി. വീഡിയോ പ്ലേ ചെയ്തതും അവൻ്റെ കണ്ണുകൾ സ്ക്രീനിൽ ഉടച്ചു. രക്തത്തിൽ കുളിച്ച് കിടന്നിരുന്ന തൻ്റെ അരികിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പെൺകുട്ടി അവൾ തന്നെയായിരുന്നു, ഇഷാനി. അപരിചിതനായ ഒരാളുടെ ജീവന് വേണ്ടി ഇത്രയും ഓടി നടന്ന് ഓരോന്ന് ചെയ്യുന്നത് കണ്ടപ്പോൾ അർജുൻ്റെ ഉള്ളിൽ അവളോടുള്ള ബഹുമാനം വർദ്ധിച്ചു. അവളുടെ ചിത്രം വിരലാൽ തഴുകിക്കൊണ്ട് അവൻ പതിയെ പറഞ്ഞു, ആരാണ് നീ? എവിടെയാണ് നീ ഇപ്പോൾ ഉള്ളത്? ഇനി ഞാനുണ്ടാവും നിൻ്റെ കൂടെ, നിനക്കൊരു സംരക്ഷണം തീർക്കാൻ വേണ്ടി. നീ അറിയാതെ ഒരു നിഴലായി. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആദ്യമായി ഒരു പെൺകുട്ടിക്ക് വേണ്ടി വിരിഞ്ഞ പ്രണയത്തിൽ ചലിച്ച ചിരി. ഇതേ സമയം ആകെ വല്ലാത്ത അവസ്ഥ ആണ് ഇഷാനിയുടെ. എന്താ എന്നും പോലും അറിയാത്ത ഒരു ഭയം അവളെ പൊതിഞ്ഞു.
അവളുടെ മുഖത്ത് ആ അസ്വസ്ഥത നന്നായി പ്രതിഫലിച്ചു. ഗായു അവളെ നോക്കി. എന്ത് പറ്റി ഇഷു നിനക്ക്? രാവിലെ മുതൽ എന്തോ പോയതുപോലെയാണല്ലോ നീ. എന്തു പറ്റി? ഗായു ചോദിച്ചു. അവൾ മുഖത്തെ അസ്വസ്ഥത മറച്ചുകൊണ്ട് അവളെ കൂർപ്പിച്ചു നോക്കി. അത് പിന്നെ ഒരു ഫ്ലോയിലങ്ങ് പറഞ്ഞതാ. എന്താ പറ്റിയത് നിനക്ക്? ഒന്നുമില്ലടാ സർ, ഒരു പുതിയ പ്രൊജക്റ്റ് തന്നിട്ടുണ്ട്, ഇഷാനി പറഞ്ഞു. ഓ അതാണോ? എന്താ ഇവൻറ്റ്? അത് ഒബ്രോയ് ഗ്രൂപ്പിൻ്റെ ഇവൻ്റാണ്. അത് കേട്ടതും ഗായു നെട്ടി അവളെ നോക്കി. എന്ത്? ഒബ്രോയ് ഗ്രൂപ്പിൻ്റെ ഇവൻ്റോ? അവൾ അതിശയം നിറഞ്ഞ മുഖത്തോടെ ചോദിച്ചു. അതെ ഗായു. എന്താ പ്രോഗ്രാം? അവരുടെ മുത്തച്ഛൻ്റെ 17th ബർത്ത്ഡേ ഫംഗ്ഷനാണ്. വാവ്, സൂപ്പർ. എത്ര കാലമായി ഞാൻ അവരെയൊക്കെ ഒന്ന് നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു, ഗായു പറഞ്ഞു. പ്രത്യേകിച്ച് അർജുൻ സാറിന് ആക്സിഡൻറ്റ് പറ്റിയതറിഞ്ഞ് ഞാൻ അദ്ദേഹം വേഗം സുഖം പ്രാപിക്കാൻ വേണ്ടി നേർച്ച നേർന്നിട്ടുണ്ട്, ഗായു ആവേശത്തോടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ മാത്രം ഇഷാനി അവളെ വല്ലാത്തൊരു ഭാവത്തിൽ നോക്കി. എന്താ മോളെ, നിന്റെ ഇളക്കം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇഷാനി പറഞ്ഞു. അവൾ എലിച്ചു. ഒന്നുമില്ലടാ, എൻ്റെ ക്രഷാണ് പുള്ളി. എൻ്റെ മാത്രമല്ല കേട്ടോ, ഈ ലോകത്തുള്ള ഒട്ടുമിക്ക പെണ്ണുങ്ങളുടെയും ക്രഷാണ് അദ്ദേഹം. പക്ഷേ അയാൾ സ്ത്രീ വിരോധി ആണോ ആവോ? പ്രൊപ്പോസൽസ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാറില്ല. പെണ്ണുങ്ങളോട് സംസാരിക്കാൻ വലിയ താല്പര്യം ഇല്ല എന്നാണ് കേട്ടുകേൾവി. ഇതെല്ലാം കേട്ട് ഇഷാനി ഒന്നും മിണ്ടിയില്ല. പക്ഷേ അവൾ അറിഞ്ഞില്ല മറ്റൊരു പെണ്ണിനോടും അടുപ്പം തോന്നാത്തവൻ്റെ ഹൃദയത്തിൽ താൻ ക്യൂനായി കയറിയ എന്ന കാര്യം. തുടരും. നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടോ? അഭിപ്രായം പറയണേ. ഞാൻ ഇതൊരു സ്റ്റോറിയായിട്ട് എഴുതാൻ വലിയ അറിവുള്ള ആളൊന്നുമല്ല. ഒരു സ്റ്റോറി പോലെ എഴുതാത്ത ഒരാളാണ്. ഒരുപാട് സ്റ്റോറീസ് യൂട്യൂബിൽ കേട്ടുകൊണ്ട് ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് എഴുതി നോക്കിയതാണ്. ഇത് നിങ്ങൾക്ക് സ്റ്റോറി മോഡലായിട്ട് തോന്നുന്നില്ലെങ്കിൽ അതൊരു കമൻ്റായിട്ട് പറയണേ. അല്ലെങ്കിൽ എന്തെങ്കിലും മെച്ചപ്പെടുത്താനുണ്ടെങ്കിൽ, ഇത് സ്റ്റോറിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ട് ഇതിലെന്തെങ്കിലും ഞാൻ തിരുത്തണമെങ്കിൽ അതൊന്ന് പറഞ്ഞു തരണേ. എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല, എന്നാലും വെറുതെ എഴുതിയെന്ന് മാത്രം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.